പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലെത്തിയിട്ടും അപ്രോച്ച് റോഡ് നിർമ്മാണത്തിലെ അനിശ്ചിതത്വം കാരണം ആശങ്കയിലായി ഒരു പദ്ധതി. മലപ്പുറം ജില്ലയിലെ കാളികാവ്, ചോക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മുത്തൻതണ്ട് പാലത്തിന്റെ നിർമ്മാണമാണ് അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. എന്നാൽ പാലത്തിനൊപ്പമുള്ള അപ്രോച്ച് റോഡ് നിർമ്മാണവും സ്ഥലം ഏറ്റെടുപ്പും ആരംഭിക്കാത്തതിനാൽ പാലത്തിന്റെ പണി പൂർത്തിയായാലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നൂറുകണക്കിന് വിദ്യാർത്ഥികളടക്കം ആയിരങ്ങളാണ് ഈ പാലത്തിലും പ്രതീക്ഷ വെച്ച് കാത്തിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ കാളികാവ്, ചോക്കാട് പഞ്ചായത്തുകളെ തന്നെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന പാലമാണ് എൻ്റെ പിറകിൽ കാണുന്ന മുത്തൻതണ്ട് VCB ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഏറെ നാളത്തെ അല്ലെങ്കിൽ വർഷങ്ങളായുള്ള പതിറ്റാണ്ടുകളായുള്ള ഈ നാട്ടുകാരുടെ സ്വപ്നത്തിന് സഫലീകരണമായിട്ടാണ് ഈ പാലം നിർമ്മാണം ആരംഭിച്ചത്. ഇപ്പോൾ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. പക്ഷേ ഇപ്പോഴും ഈ നാട്ടുകാർ നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് പാലത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് പോകുമ്പോൾ പോലും ഇതിന്റെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് വ്യക്തമാക്കുന്ന ഒരു കാര്യം, പ്രാഥമികമായ ടെൻഡർ വിളിച്ചെങ്കിൽ പോലും അത് നടപടി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, ആവശ്യമെങ്കിൽ റീടെൻഡർ വിളിക്കുമെന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് നൽകുന്ന വിശദീകരണം. പക്ഷേ 95 കോടി രൂപ 95 ലക്ഷം രൂപ അതിന് അനുവദിച്ചെങ്കിൽ പോലും അതിൽ ഒരു നടപടി പൂർത്തിയാക്കാത്തത് കൊണ്ട് തന്നെ അപ്രോച്ച് റോഡ് എന്നുള്ളത് ഇപ്പോഴും ഇവിടെ ഒരു സ്വപ്നമായി അവശേഷിക്കുന്നു. മാത്രമല്ല, പാലം ഇങ്ങനെ അന്തിമഘട്ടത്തിൽ നിൽക്കുമ്പോൾ പോലും അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല എങ്കിൽ ഈ പാലം ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. ഇതിൽ ഇപ്പോൾ തന്നെ അത്യാവശ്യം വെള്ളം നന്നായി ഒഴുകുന്ന ഒരു സാഹചര്യമാണുള്ളത് മഴ കനത്തതോടെ. പക്ഷേ ഇനിയും പല ദിവസങ്ങളിലും നമ്മൾ കാണുന്ന ഈ നടപ്പാലത്തിനേക്കാൾ മുകളിലേക്കാണ് വെള്ളം ഒഴുകുന്നത്. സ്വാഭാവികമായും ഇവിടുത്തെ ഈ പ്രദേശത്തെ പല സ്കൂളുകളിലേക്കുള്ള വിദ്യാർത്ഥികൾക്കടക്കം അങ്ങോട്ട് പോകുമ്പോൾ ഈ പുഴ മുറിച്ച് കടക്കാനാവാത്ത സാഹചര്യമാണ്. സ്വാഭാവികമായും 6-7 കിലോമീറ്റർ ചുറ്റി വേണം പിന്നീട് ഈ വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ ഇവിടുത്തെ സ്കൂളുകളിലേക്ക് എത്താൻ. അതുകൊണ്ട് സ്വാഭാവികമായും ഇതിന് നടപടിക്രമങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം. ഇപ്പോൾ അജ്മൽ ഷാ നമ്മുടെ കൂടെയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സമീപിച്ചിരുന്ന ഒരു പരാതിക്കാരനാണ്. എന്തായിരുന്നു ഇപ്പോൾ കോടതി നൽകിയിരുന്ന നിർദ്ദേശം? കോടതി നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് 2024 മാർച്ച് 31 ഈ പണി പൂർത്തിയാക്കണമെന്നാണ്. നാട്ടുകാരായ ഞങ്ങളൊരു ജനകീയ വിഷയം എന്ന നിലയിൽ ഞങ്ങൾ സമയം കൊടുത്തു. കാരണം കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് പെട്ടെന്ന് നമ്മളൊരു പാലം പണി പൂർത്തിയാക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമാവില്ല കാര്യമല്ല. ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കോടതിയിലെ അഭിഭാഷകനോട് ബന്ധപ്പെട്ടിട്ട് ഇതിനൊരു ഓഗസ്റ്റ് 15 ഇതിന് അന്തിമ തീരുമാനമായിട്ടില്ലെങ്കിൽ ടെൻഡർ വെക്കുകയോ അല്ലെങ്കിൽ അപ്രോച്ച് റോഡിന് ബന്ധപ്പെട്ട തുടർ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് കേവലം ക്രെഡിറ്റുകൾക്കപ്പുറം ഒരു 2 പ്രദേശത്തെ നാട്ടുകാർ 2019 മുതൽ നേരിടുന്ന ഒരു പൊതുവിഷയമാണ്. ഇതൊരു പബ്ലിക് ഫണ്ട് കൊണ്ട് നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതലും ഈ വിഷയത്തിൽ ജാഗരാകേണ്ടതുണ്ട്. മാത്രമല്ല, നിലവിൽ ഇപ്പോൾ ഈ വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ ധാരാളം പേർക്ക് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് കടക്കാൻ 6 കിലോമീറ്റർ തിരിഞ്ഞ് സഞ്ചരിക്കേണ്ട ഒരു ഗതികേടാണ് നിലവിലുള്ളത്. ഇതാണ് ഒരു സാഹചര്യമുള്ളത്. അടിയന്തരമായി ഇതിന് പരിഹാരം കാണുക എന്നുള്ളതാണ്. ഈ നിലവിൽ ഒരുപക്ഷെ ഈ വെള്ളം കുറയുന്ന സമയത്ത് ഈ VCB ബ്രിഡ്ജിന്റെ നടപ്പാലത്തിലൂടെ ഇപ്പോൾ ആ വാഹനം കടന്നു പോകുന്നത് സമാനമായ രീതിയിലുള്ള ഉപയോഗമാണ്. പക്ഷേ അപ്രോച്ച് റോഡ് യാഥാർത്ഥ്യമായാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഇതുവഴിയുള്ള പൂർണ്ണമായും ഗതാഗത യോഗ്യമാകൂ എന്നുള്ളതാണ്. മാത്രമല്ല, 2 പഞ്ചായത്തുകൾ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിന്റെയും അപ്രോച്ച് നിർമ്മാണത്തിന്റെയും പണി പൂർണ്ണമായും പൂർത്തിയാകുന്നതോടെ വലിയ തോതിൽ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഒരു വികസനം സാധ്യമാകും. മാത്രമല്ല, ആളുകളെ സംബന്ധിച്ചിടത്തോളം കാളികാവ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ഗതാഗത കുരുക്കിന് ആശ്വാസമാണ്. 100 കണക്കിന് വിദ്യാർത്ഥികൾക്ക്, ഇവിടുത്തെ പരിസരത്തെ വിദ്യാലയം പഠിക്കുന്ന 100 കണക്കിന് വിദ്യാർത്ഥികൾക്കുള്ള ഏക ആശ്രയം കൂടിയാണ് ഈ പാലം. അതുകൊണ്ട് തന്നെ അടിയന്തരമായി അപ്രോച്ച് റോഡ് നിർമ്മാണം കൂടി പൂർത്തിയാക്കണമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ, മലപ്പുറം.